ഹായ് സുഹൃത്തുക്കളെ, ഞാൻ ഇന്ന് വന്നത് സ്വാമിയേ ശരണം അയ്യപ്പ. നമ്മുടെ മണ്ഡലകാലമാണ്. എല്ലാവരും 41 ദിവസം വ്രതവും കന്നി അയ്യപ്പന്മാർ കഞ്ഞിയൊക്കെ വെച്ച് അങ്ങനെയാണ് അയ്യപ്പനെ കാണാൻ പോണത്. ഇതിനിടയിൽ നമുക്ക് മനസ്സിന് വല്ലാത്തൊരു വിഷമം വന്നു. അയ്യപ്പൻ്റെ സ്വർണ്ണമൊക്കെ അടിച്ചു മാറ്റി കുറേ കള്ളന്മാർ കൊണ്ടുപോയി. അതും കുറേ രാഷ്ട്രീയക്കാർ, അവരെ ഭരണമല്ലേ, അതെല്ലാം അവരടിച്ചു മാറ്റിക്കൊണ്ടുപോയി. അങ്ങനെ വാർത്തയും അറസ്റ്റും ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ട് നിൽക്കുമ്പോഴാണ് അടുത്ത ഒരു വാർത്ത വരുന്നു. രാഹുൽ മാങ്കൂട്ടം പീഡനക്കേസ് പ്രതി എന്നും പറഞ്ഞ് രാഹുൽ ഈശ്വരൻക്ക് ജാമ്യമില്ല വാറണ്ട്. അങ്ങനെ രാഹുൽ ഈശ്വർ ജയിലിൽ, രാഹുൽ മാങ്കൂട്ടം ഒളിവിൽ. അങ്ങനെ അതിനെപ്പറ്റിയുള്ള വാർത്ത ഇപ്പോൾ എല്ലാ ചാനലിലും ഈ ഒരു വാർത്തയേ ഉള്ളൂ. കാര്യമെന്ന് വെച്ചാൽ ഈ വാർത്തയാണ് ഇപ്പം നടക്കുന്ന. നമ്മുടെ അയ്യപ്പൻ്റെ വാർത്ത കേൾക്കുന്നതേ ഇല്ല. അയ്യപ്പൻ്റെ സ്വർണം കട്ടുകൊണ്ട് പോയതിനെക്കുറിച്ച് ഒന്നുമില്ല. ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വാർത്ത മാത്രമേ ഉള്ളൂ. രാഹുൽ ആ പെൺകുട്ടിയോട് കാണിച്ചത് ഒരിക്കലും ശരിയല്ല, അതിനോട് ഒരിക്കലും യോജിക്കുന്നതുമില്ല. അത് വലിയ മോശമായിപ്പോയി. ഒരു പെൺകുട്ടികളോടും ഒരു പുരുഷനും ഇങ്ങനെ കാണിക്കാൻ പാടില്ല. രാഷ്ട്രീയക്കാരനാണെന്ന് പറഞ്ഞ് എന്തും കാണിക്കാം എന്നൊന്നുമില്ല. അവർക്കും അതിനുള്ള ശിക്ഷ കൊടുക്കണം, അത് വേറൊരു കാര്യം. എന്നാലും ഞാൻ എൻ്റെ വിഷമം പറയുകയാണ്. ഇപ്പോൾ അയ്യപ്പൻ്റെ ഒരു വാർത്ത അറിയുന്നില്ല. ഇപ്പം മണ്ഡലകാലമാണ്. എല്ലാവരും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പിറക്കെയും രാഹുൽ ഈശ്വരൻ്റെ പിറക്കെയും രാഹുൽ ഈശ്വർ ജയിലിൽ നിരാകാരം, ഇതൊക്കെയാണ് ഇപ്പോൾ വാർത്തകളൊക്കെ ഇടുമ്പോൾ കേൾക്കുന്നത്. അയ്യപ്പ ഭക്തരായ എനിക്ക് വല്ലാത്തൊരു വിഷമം. എന്തുകൊണ്ട് ഇതിപ്പോൾ വലിയ ചർച്ചയാവുന്നില്ല? ഇലക്ഷൻ ആയതുകൊണ്ടാണോ എന്ന്. എത്രയേ ഭക്തന്മാരാണ് അയ്യപ്പനെ കാണാൻ. ആയിരങ്ങളല്ല, 2000ങ്ങളല്ല, 10,000ങ്ങളല്ല, ലക്ഷക്കണക്കിന് ആളുകളാണ് അയ്യപ്പനെ കാണാൻ വരുന്നത്. ആ അയ്യപ്പൻ്റെ സ്വർണ്ണമൊക്കെ തട്ടിക്കൊണ്ടുപോയി വിറ്റ് തിന്ന് അവർക്ക് ഒരു കൂസലുമില്ല. അതൊക്കെ ആലോചിക്കുമ്പം ഭയങ്കരമായ വിഷമമാണ്. അയ്യപ്പൻ്റെ മുതൽ കട്ട് തിന്നവരൊന്നും സന്തോഷിക്കേണ്ട. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പിറക്കെയാണ് മാധ്യമങ്ങളെന്നും പറഞ്ഞ് നിങ്ങൾ കാത്തിരുന്നു. അയ്യപ്പൻ നിങ്ങളെ ആരെയും വെറുതെ വിടില്ല. അയ്യപ്പൻ്റെ മുതലെടുത്തവരെ എല്ലാം അയ്യപ്പൻ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരും. അയ്യപ്പൻ ഒരു ശിക്ഷ നിങ്ങൾക്ക് തരും. അത് ഒരിക്കലും നിങ്ങൾ പ്രതീക്ഷിക്കാത്തതായിരിക്കും. സ്വന്തം സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി നമ്മുടെ അയ്യപ്പൻ്റെ മുതൽ പേര് തട്ടിക്കൊണ്ടുപോണ ഇത്രയും വലിയ രാക്ഷസന്മാരെ ഞാൻ കണ്ടിട്ടില്ല. താക്കോലേൽപ്പിച്ചത് കള്ളൻ്റെ കയ്യിലാണ്. എൻ്റെ അയ്യപ്പ, അയ്യപ്പനെ കാക്കാൻ അയ്യപ്പൻ മാത്രമേ ഉള്ളൂ. എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, എല്ലാവരും ഓർക്കുക, നമ്മുടെ അയ്യപ്പ സ്വാമിയുടെ മുതൽ കട്ട് തിന്നവന്മാരെ ഒരിക്കലും നിങ്ങൾ മാപ്പ് കൊടുക്കരുത്. ഒരു കൂസലുമില്ലാതെ ഒന്ന് ആലോചിച്ച് നോക്ക്. അയ്യപ്പൻ്റെ വാതിൽ വരെ കൊണ്ടുപോയി അടിച്ചെടുത്തിരിക്കുന്നു സ്വർണം. ഇവനൊക്കെ മനുഷ്യരാണോ? ഇവനൊക്കെ അതോ മൃഗങ്ങളാണോ? എന്നിട്ടൊരു കൂസലുണ്ടോ? ഇല്ല. ജനങ്ങളുടെ മനസ്സിൽ നിന്നും മാറില്ല. ഓരോ അയ്യപ്പ ഭക്തൻ്റെയും മനസ്സിൽ ഇത് കാണും. സ്വാമിയേ ശരണമയ്യപ്പ.